നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് വളരെ യാദൃശ്ചികമായാണ് യൂണിവേഴ്സ് നിങ്ങൾ ഈ വായന കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വ്യക്തിയുമായിട്ടുള്ള പ്രണയബന്ധത്തിലുള്ള ചില രഹസ്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഒരു വായന എല്ലാവർക്കും കാണാൻ സാധിക്കണമെന്നില്ല. വളരെ സെലക്റ്റീവായിട്ടുള്ള നിങ്ങളിൽ തന്നെ പലവരെയും യൂണിവേഴ്സ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ, അതായത് കുറച്ചും കൂടെ സ്പിരിച്വൽ പവറുള്ള, കുറച്ചും കൂടെ ദൈവികമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം കാലാകാലങ്ങളായി നിങ്ങളുടെ പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള 1000 ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്നുണ്ടാകാം. കുറെ കാലങ്ങളായി നിങ്ങൾ യൂണിവേഴ്സിനോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട്, അതായത് ചോദിക്കുന്നുണ്ടാകാം, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, എനിക്ക് കൃത്യമായ മറുപടി വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തി ചോദിക്കുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെ അത്രയും സത്യം തേടിയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള വായനയാണിത്. ഇതങ്ങനെ എല്ലാവരുടെയും കണ്ണുകളിൽ പെടണമെന്നില്ല, എല്ലാവരും കാണണമെന്നില്ല. സ്ഥിരമായി എൻ്റെ ചാനലിൽ വീഡിയോസ് കാണുന്നവർക്ക് പോലും ചിലപ്പോൾ ഇത് കാണാൻ പറ്റണമെന്നില്ല. വളരെ സെലക്റ്റീവായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള വായന തന്നെയാണ്. ഇപ്പൊ യാദൃശികമായിട്ട് ഈ ഒരു വായന, ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂണിവേഴ്സ് നിങ്ങളെ കാണിക്കുകയാണ്. അതായത് നിങ്ങൾ തേടി നടന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു വായനയിലൂടെ നിങ്ങൾ അറിയുവാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പറ്റുമെങ്കിൽ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടേക്കാം. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നല്ല രീതിയിൽ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു വായന കാണുവാനായി ശ്രമിക്കുക. ഇവിടെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുമായി നിങ്ങൾക്ക് മുജ്ജന്മ ബന്ധം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ലൂപ്പ് പോലെയാണ്. ലൂപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻകംപ്ലീഷൻ, അത് ക്ഷമിക്കുക, ഇൻകംപ്ലീഷൻ അല്ല, കണ്ടിന്യൂഷൻ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് അനന്തതയെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇൻഫിനിറ്റി എവിടെയും ഇവിടെ തീർന്നു പോകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുള്ള ബന്ധമാകാം, ഏതാനും ചില ദിവസങ്ങളായിട്ടുള്ള ബന്ധമാകാം, മാസങ്ങളായിട്ടുള്ള ബന്ധമാകാം. ഇവിടെ എത്ര കാലത്തെ ബന്ധം, അല്ലെങ്കിൽ എത്രയാണ് ഇതിൻ്റെ പഴക്കം എന്നുള്ളത് ഇവിടെ പ്രാധാന്യമില്ല. ഇവിടെ തികച്ചും വളരെയധികം യാദൃശ്ചികമായിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പക്ഷേ ആ വന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വ്യക്തിയായി മാറി ഈ പേഴ്സൺ എന്ന് പറയുന്നത്. തികച്ചും ഒരു സാമ്പത്തികപരമായിട്ടുള്ള രീതിയിലോ മറ്റേതെങ്കിലും സഹായത്തിനോ ആയിരിക്കാം ഈ വ്യക്തിയെ നിങ്ങൾ സമീപിച്ചിട്ടുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി കടന്നു വന്നിട്ടുള്ളത്. അത് ആ ഒരു സഹായം എന്നുള്ളത് ഒരു കാരണമായി എന്ന് മാത്രം. അതായത് ഒരു കാരണത്തിലൂടെ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടണം, അതായിരുന്നു യൂണിവേഴ്സിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വ്യക്തിയിൽ നിന്നും പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടാകണം, ഈ വ്യക്തി സഹായിച്ചിട്ടുണ്ടാകണം. നല്ല രീതിയിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും, നിങ്ങളുടെ ജീവിതത്തിലുള്ള എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം അങ്ങനെ പാടെ തന്നെ മറന്നു കളയാനും ഉപേക്ഷിക്കാനും, നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചുയരാനുമൊക്കെ ഈ വ്യക്തി വളരെയധികം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യമായ കാര്യം എന്ന് പറയുന്നത്. അത് തീർച്ചയായ കാര്യമാണ്.
അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രണയബന്ധത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം നല്ല രീതിയിലുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ നമുക്ക് ഫുൾ കാർഡ് പോലും ലഭിച്ചിട്ടുണ്ട്. കാരണം എപ്പോഴും പുതിയ ഒരു തുടക്കത്തെ സൂചിപ്പിക്കുന്ന കാർഡാണത്. നിങ്ങൾ എങ്ങനെയൊക്കെ പോയാലും, എങ്ങനെയൊക്കെ നിങ്ങൾ പിരിഞ്ഞ് അകന്നു പോയാലും, നിങ്ങൾ രണ്ടുപേരും വിചാരിക്കുമായിരിക്കാം ഇതോടുകൂടി അവസാനിച്ചു, ഇതോടുകൂടി തീർന്നു, ഇനി ഇതിനൊരു പുതിയ തുടക്കമില്ല, പുതിയൊരു അധ്യായമില്ല എന്നുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയും നിങ്ങൾ തമ്മിൽ അത്രത്തോളം ഡീപ്പായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എപ്പോഴും നിങ്ങൾക്കിടയിൽ പുതിയ തുടക്കങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ യൂണിവേഴ്സ് ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഈ വ്യക്തിയെ നേരിട്ട് കാണണ്ട എന്ന് വിചാരിക്കുകയാണ്. അതായത് കാണാൻ ഇനി താല്പര്യമില്ല, ഈ വ്യക്തിയെ പതുക്കെ മറക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നും പതുക്കെ അകന്ന് ഓടി രക്ഷപ്പെടാം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. പക്ഷെ ആ ഒരു നിമിഷത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ വ്യക്തിയെ കണ്ടുമുട്ടും, അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾ നേരിട്ട് കണ്ടുമുട്ടിയിരിക്കും, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായി നിങ്ങൾ സംസാരിച്ചിരിക്കും. ആ ഒരു സാഹചര്യമാണ്. അതായത് പലപ്പോഴും നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകാം ഈ വ്യക്തിക്ക് എന്തെങ്കിലും മായാജാലമുണ്ടോ, എന്തെങ്കിലും വിദ്യകളുണ്ടോ, എന്തെങ്കിലും മാജിക്കൽ പരമായിട്ടുള്ള കാര്യമുണ്ടോ എന്നുള്ളത്. ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ കോളോ മെസ്സേജോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ഈ വ്യക്തി നിൽക്കുന്നുണ്ടാകാം. അങ്ങനെ പല രീതിയിലുള്ള അത്ഭുതകരമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ രണ്ടുപേരും യൂണിവേഴ്സ് പരസ്പരം ഒന്നിപ്പിക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ പരസ്പരം അകന്നു പോകാനും ഓടി രക്ഷപ്പെടാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടാകാം. സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. പക്ഷെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിൽ പോലും യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഉണ്ടായിരിക്കുന്ന ആ ഒരു ഇൻറ്റിമസി, മാനസികപരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയുമായിട്ടുള്ള ആത്മബന്ധം ഉണ്ടാക്കിയെടുത്തതല്ല. അത് നാച്ചുറലി നിങ്ങളുടെ മനസ്സിൽ നിന്നും അത് വന്നതാണ്, സ്വമേധയാ വന്നുകൂടിയ ഒരു വികാരമാണ്. പക്ഷെ അത് ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പോഴായിരിക്കുന്ന ജീവിത പങ്കാളിയുമായിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യത്തിലൂടെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള ഏതൊരു ആയിട്ടാണെങ്കിൽ പോലും അവരുമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം തികച്ചും ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്കൊരു മുജ്ജന്മ ബന്ധം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നിരന്തരമായി ഈ വ്യക്തിയെ കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പോലും നിങ്ങൾ അപ്പം തന്നെ അത് സ്വപ്നങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൂടെയോ നിങ്ങളത് അറിഞ്ഞിരിക്കും. അത് ഈ വ്യക്തിയുടെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ വ്യക്തി ഉണ്ട്. ഈ വ്യക്തിയുടെ ചിന്തകളിലും പ്രാർത്ഥനകളിലാണെങ്കിലും നിങ്ങളുമുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ നല്ല രീതിയിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സോൾമേറ്റ് കണക്ഷനും അതുപോലെ നല്ല കാർമിക് കണക്ഷൻസും നമുക്കിവിടെ അധികമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റാർക്കു വേണ്ടിയും പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ദൈവത്തിന്റെ പ്രസൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ദൈവികമായിട്ടുള്ള ആ ഒരു ചൈതന്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം അത് നമുക്കിവിടെ പ്രധാനമായും നമുക്കിവിടെ ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മുജ്ജന്മത്തിലാണെങ്കിലും നിങ്ങൾ ഒന്നിച്ചവരാണ്, അല്ലെങ്കിൽ ജന്മങ്ങളായിട്ട് ജന്മജന്മാന്തരങ്ങളായിട്ട് നിങ്ങൾ ഈ വ്യക്തിയുമായി എന്തൊക്കെയോ കണക്ഷൻ ഉള്ള വ്യക്തികൾ തന്നെയാണ്. അത് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ആദ്യത്തെ കണ്ടുമുട്ടലിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഓടിപ്പോകാനായി ശ്രമിച്ചിട്ടുണ്ടാകാം, ഓടി ഒളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ രണ്ടുപേരെ പരസ്പരം അധികം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികൾ നിങ്ങളെ ചതിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അധികം അടുക്കാത്ത രീതിയിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ കയ്യിൽ പെടാതെ നിങ്ങൾ മാറി നടന്നിട്ടുണ്ടാകാം.
അല്ലെങ്കിൽ അത്രയും അങ്ങോട്ട് ഡീപ്പായിട്ട് നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിയോട് പെരുമാറിയിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ അറിയാതെ ഈ വ്യക്തിയിലേക്ക് ആയിപ്പോയി അല്ലെങ്കിൽ ലയിച്ചു പോയി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് പലപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജസ്റ്റ് ഒരു ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഇത് മാത്രമായിരിക്കാം എന്നുള്ള ചിന്തയിലായിരിക്കാം നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവുന്നത്. പക്ഷെ അല്ല, അതുപോലെ ഈ വ്യക്തി വളരെയധികം സമ്പന്നതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി സഹായിച്ചതായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. സ്നേഹം മാത്രമാണ് ആഗ്രഹിക്കുന്നത്, കെയറിംഗ് ആണ് ആഗ്രഹിക്കുന്നത്, പ്രൊട്ടക്ഷൻ ആണ് ആഗ്രഹിക്കുന്നത്. അത് ഈ വ്യക്തി നിങ്ങൾക്ക് തരാൻ തയ്യാറുമാണ്. കാരണം ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിലും നിങ്ങൾ ഈ വ്യക്തിയുമായി ചെറിയ രീതിയിലുള്ള സൗന്ദര്യ പിണക്കത്തിലാകാം, സെപ്പറേഷൻ അവസ്ഥയിലാകാം. പക്ഷെ എന്തുമായിക്കൊള്ളട്ടെ, അടുത്ത ദിവസം തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വന്നിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള റിയൂണിയൻ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കും. കാരണം ഇവിടെ ആ ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നതോടുകൂടി, ഈ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞതോടുകൂടി മറ്റാരെയും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അല്ലെങ്കിൽ മറ്റാര് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും നിങ്ങൾക്ക് അവരിൽ തൃപ്തി കണ്ടെത്താൻ സാധിക്കുന്നില്ല, സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും ഇവിടെ യൂണിവേഴ്സിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഒരു വഴികാട്ടിയായി നിങ്ങൾക്കിടയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അദൃശ്യകരമായിട്ടുള്ള ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു സത്യം തന്നെയാണ്. അല്ലെങ്കിൽ അത് മറഞ്ഞു കിടക്കുന്ന ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ അത് മറഞ്ഞു കിടക്കുകയാണ് ആ ഒരു സത്യം, അല്ലെങ്കിൽ ആ ഒരു കർമ്മം, അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു അത്ഭുതം എന്ന് പറയുന്നത്. അത് പലപ്പോഴും മറഞ്ഞു കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇതിലിപ്പോ വായന കണ്ടുകൊണ്ടിരിക്കുന്ന 100 പേരിൽ 1-2 വ്യക്തികൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത്. കാരണം അത് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വലി വളരെയധികം ഉയർന്നു നിൽക്കുന്ന വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട്. പലപ്പോഴും ഈ വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാകാം, തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം, ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നിക്കുന്നുണ്ട്, നമ്മൾക്കിടയിൽ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ സത്യം ഒളിഞ്ഞു കിടപ്പുന്നുണ്ട് എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു ഡീപ്പ് കണക്ഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ വ്യക്തിയുമായി എത്രത്തോളം അകന്നു പോയാലും പുതിയ തുടക്കം അത് റെഡിയാണ്, അല്ലെങ്കിൽ അത് പുതിയ തുടക്കം ഉറപ്പാണ്. അത് യൂണിവേഴ്സ് ഒരുക്കി നിങ്ങളുടെ കയ്യിൽ കൊണ്ടുപോയി തന്നിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടേക്കാം. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, അതുപോലെ ഷെയർ ചെയ്യുക. വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.